എല്ലാവർക്കും നമസ്കാരം. ഓണത്തിൻ്റെ ഭാഗമായി ഓണം കൊള്ളുക എന്നൊരു ചടങ്ങ് കൂടി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചെയ്തു പോകുന്നുണ്ട്. പല നാട്ടിലും പല പല രീതിയിലാണ് ഈ ചടങ്ങ് നടത്തി വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ഓണം കൊള്ളുന്നത് അതേ ശൈലിയിലാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളെവിടെയാണോ ഓണം കൊള്ളുന്നത് അവിടെ അരിമാവ് വെച്ചിട്ട് ഒന്ന് അണിഞ്ഞു കൊടുക്കണം. അരിമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പച്ചരി കുതിർത്തിട്ട് അതിലേക്ക് കുറച്ച് വെണ്ടക്കയുടെ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതുകൊണ്ടിട്ട് വേണം നമുക്കൊന്ന് അണിഞ്ഞു കൊടുക്കാനായിട്ട്. നിലം അണിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പലക വെച്ച് കൊടുക്കുക. ഞാനിവിടെ മൂലപ്പലകയാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്കാണ് നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കുന്നത്. അപ്പോൾ ആ പലകയുടെ മേൽ കൂടി ഒന്ന് അണിഞ്ഞു കൊടുക്കാം. ഓണം കൊള്ളുന്നത് വെളുപ്പിനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2:30 മണി സമയത്താണ് ഓണം കൊള്ളാനായിട്ട് ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. ആദ്യം നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു തൂശനില നമ്മൾ അണിയിച്ച ആ പലകയിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ചുട്ട് കുത്തി വെച്ച തൃക്കാക്കരപ്പനെ കൂടി പീഠത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തുമ്പപ്പൂക്കളും തുമ്പ ചെടിയുമാണ്. തുമ്പ നമുക്ക് തൃക്കാക്കരപ്പൻ്റെ 2 വശങ്ങളിലുമായിട്ട് വെച്ച് കൊടുക്കാം. തൃക്കാക്കരപ്പൻ്റെ മുകളിൽ ഞാൻ ജമന്തി പൂക്കൾ കൊണ്ടുവന്ന് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അടയാണ്. അട തൃക്കാക്കരപ്പൻ്റെ 2 ഭാഗങ്ങളിലായി ഓരോ അട വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചന്ദനത്തിരി കത്തിച്ചിട്ട് അത് വെച്ചിട്ട് 3 വട്ടം തൃക്കാക്കരപ്പനെ ഒന്ന് ഒഴിഞ്ഞെടുക്കണം. നമുക്ക് ഞാനിവിടെ ഒരു തൃക്കാക്കരപ്പനെ വെച്ചിട്ടാണ് ഓണം കൊള്ളുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് ചെയ്തു വരുന്നത്. ചിലയിടങ്ങളിൽ ഒരു തൃക്കാക്കരപ്പനെ വെച്ചിട്ട് ചെയ്യാറുണ്ട്, ചിലർ 3 തൃക്കാക്കരപ്പനെ വെച്ചിട്ടും ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇത് ചെയ്തു വരുന്നത് കേട്ടോ. ഈ ചെയ്യുന്ന ചടങ്ങുകളിലും വെക്കുന്ന സാധനങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓണം കൊണ്ടത്. ഇനി പൂ വിളിക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.